എറണാകുളം കാക്കനാട് ഇൻഫോ പാർക്കിനടുത്ത് ഹെൽമറ്റിനകത്ത് നിന്നും കണ്ടെത്തിയ ഇലക്ട്രോണിക്സ് ഉപകരണം ബോംബല്ലെന്ന് പോലീസ്. ഹെൽമറ്റിലുണ്ടായിരുന്നത് ആൽക്കഹോൾ ഡിറ്റക്ഷൻ മെഷീനാണ്. കൊച്ചിയിലെ ഒരു സ്വകാര്യ കോളേജിലെ വിദ്യാർത്ഥി എക്സിബിഷനു വേണ്ടി തയ്യാറാക്കിയതായിരുന്നു ഇത്. കഴിഞ്ഞ ദിവസം രാത്രി ഹോട്ടലിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ബൈക്കിന് മുകളിൽ നിന്നാണ് ഹെൽമറ്റും അതിനുള്ളിലായി പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ ഇലക്ട്രോണിക് ഉപകരണവും കണ്ടെത്തിയത്. ബൈക്കിന്റെ ഉടമ ഹെൽമറ്റും അതിലുണ്ടായിരുന്ന വസ്തുവും തന്റേതല്ലെന്ന് പറഞ്ഞ് ഹോട്ടലിൽ ഏൽപ്പിച്ചു. ഇലക്ട്രോണിക് വസ്തുവിൽ നിന്ന് ബീപ് ശബ്ദം കേട്ടത് പരിഭ്രാന്തിക്കിടയാക്കി. രാത്രി ഒരു 11 മണിക്ക് ശേഷം അവിടെ പാർക്കിംഗ് ഏരിയയിൽ ഒരു ബൈക്കിന്റെ പുറത്തൊരു കവർ ഉണ്ട്. അപ്പോൾ ആ ബൈക്കിന്റെ ഉടമസ്ഥ വന്നപ്പോൾ അതൊരു കവർ ഇരിക്കുന്നതുകൊണ്ട് നമ്മളെ കൊണ്ടുവന്ന് ഇത് ആരതാണെന്ന്. അപ്പോഴാണ് അതിനകത്ത് നിന്ന് ശബ്ദം കേട്ട് അപ്പോൾ തന്നെ പോലീസിന് ഇൻഫോം ചെയ്തു. രാത്രി അവർ വന്ന് അത് കഴിഞ്ഞിട്ട് ബോംബ് സ്ക്വാഡ് വന്നു. പോലീസും ബോംബ് സ്ക്വാഡും സ്ഥലത്തെത്തി ഇലക്ട്രോണിക് ഡിവൈസ് നിർവീര്യമാക്കിയ ശേഷം പരിശോധനയ്ക്കായി മാറ്റി. ബോംബാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ജനങ്ങളെ പരിഭ്രാന്തിയിലാഴ്ത്തുന്നതിനായി ആരെങ്കിലും ചെയ്തതായിരിക്കാമെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഒരു ഇലക്ട്രോണിക് സംവിധാനം ബോംബ് എന്ന് തോന്നാവുന്ന രീതിയിൽ സംശയിക്കാവുന്ന രീതിയിലുള്ള സംവിധാനം പോലെയാണ് തോന്നിയത്. അതുകൊണ്ട് ബോംബ് സ്ക്വാഡിനെയൊക്കെ വന്ന് അത് പരിശോധിച്ചപ്പോഴാണ് ഇതൊരു ഇലക്ട്രോണിക് സെറ്റിംഗ്സ് മാത്രമാണ്, ഇത് ഒരു പ്രഷർ സ്വിച്ച് കണക്ട് ചെയ്തിട്ട് ഉള്ള ഒരു സംവിധാനമാണെന്ന് മനസ്സിലായത്. അപ്പം ഇത് ജനങ്ങളെ പരിഭ്രാന്തരാക്കാനായിട്ട് ആരോ ചെയ്തതായിട്ടാണ് പ്രാഥമികമായി നമ്മൾ വിലയിരുത്തുന്നത്. ഹോട്ടലിന് പുറത്ത് CCTV ഇല്ലാത്തതിനാൽ ദൃശ്യങ്ങൾ ലഭ്യമായിട്ടില്ല. ന്യൂസ് 18 കൊച്ചി.